السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، والسلام علينا وعلى عباد الله الصالحين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ വേദിയിലുള്ള സാദാത്തുക്കള്, ഉലമാക്കള്, നാട്ടു നേതാക്കന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഈ ദർബാറിൽ ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് നാം എല്ലാവരും അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഖുർറത്തു സാദാത്ത് സയ്യിദ് അവർകള് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ഇന്ന് 40ാമത്തെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ സമാപനം നമ്മുടെ എല്ലാമായ മഹാനായ സുൽത്താനുൽ ഉലമ അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രഗൽഭ നേതാക്കന്മാരും ആലിമീങ്ങളും സാദാത്തുക്കളൊക്കെ ഇവിടെ എത്താനുണ്ട്. ആ പരിപാടിയിലൊക്കെ കൂടി അവരുടെ ഉപദേശങ്ങള്, നസീഹത്തുകളൊക്കെ കേട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന് മുമ്പായി ഒരു കാര്യം പറയാനുള്ളത്, പല വ്യക്തികളും മഹാനായ ഖുർറത്തു സാദാത്ത് തങ്ങളെ സ്നേഹിച്ച് ഇവിടെ വന്നവരാണ്. അതിൽ പുറമെ ചില വ്യക്തികൾ തങ്ങളെ 40ന്റെ ആണ്ട് പരിപാടി എന്ന് മനസ്സിലാക്കി ആരും ചോദിക്കാതെ പറയാതെ സ്വന്തമായി എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണമെന്ന് കരുതി വന്നവരുണ്ട്. ഈ ഇരുന്ന കൂട്ടത്തിൽ ചില വ്യക്തികൾ ഉണ്ടാവും, അത് എവിടെയാണ് കൊടുക്കുന്നത്, ആരെ കയ്യിലാണ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു ടെൻഷനിലുള്ളവർ ഉണ്ടാവും. പക്ഷേ ഇൻഷാ അല്ലാഹ് നമ്മളെ മുസ്ഹബ് തങ്ങള്, പുണ്യരായ ബഹുമാനപ്പെട്ട തങ്ങളുടെ 2ാമത്തെ പുത്രനുണ്ട്, ഇൻഷാ അല്ലാഹ് അവരെ കയ്യിൽ ഏൽപ്പിക്കാം. മസൂദ് തങ്ങളെ ഉള്ളാളത്ത് പോയിട്ടുണ്ട്, അദ്ദേഹം ചില നിമിഷങ്ങളിൽ അദ്ദേഹം എത്തും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തും ഖൈറും അള്ളാഹു ചൊരിച്ചു തരുമാറാകട്ടെ. ഞാൻ പ്രസംഗം നീട്ടാതെ നമ്മളെ വേദിയിൽ വലിയ വലിയ മഹാന്മാരായ സാദാത്തുക്കള്, ഉലമാക്കള്, ആലിമീങ്ങള് ധാരാളം ഉള്ളത് കൊണ്ട് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവരവരുടെ അനുഭവങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടാവും. അതിനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്താതെ 1-2 കാര്യങ്ങൾ മാത്രം ഉണർത്തി ഇൻഷാ അല്ലാഹ് എൻ്റെ സ്ഥലം വിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു എല്ലാം ബർക്കത്തിലാക്കി തെരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ ഖുർറത്തു സാദാത്ത് നമ്മളിൽ നിന്ന് യാത്ര ചെയ്ത ആ രംഗം ഓർക്കുമ്പോൾ ചെറിയ പ്രായത്തിലാണ് മഹാനായ ഇമാമുന ഷാഫി, മഹാനായ ഗസാലി ഇമാം തങ്ങള്, നവവി ഇമാം തങ്ങൾ അടക്കമുള്ള ആ വലിയ വലിയ മഹാന്മാർ അവരുടെ ചുരുങ്ങിയ ആയുസ്സിൽ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, നന്മകൾ സമുദായത്തിന് കാഴ്ചവെച്ച് വഫാത്തായ മഹാന്മാരാണ്. ആ കൂട്ടത്തിൽ പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത്. കാരണം ചെറിയ പ്രായത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളും സമുദായത്തിന് ഒരുപാട് ഗുണങ്ങളും ആ വ്യക്തിനെ കൊണ്ട് ഇവിടെ കിട്ടുകയും, പക്ഷേ നമ്മളിൽ നിന്ന് യാത്ര പോയത്
അത് എല്ലാവർക്കും വലിയൊരു സങ്കടമാണെങ്കിലും പക്ഷേ നാം മനസ്സിലാക്കുന്നത് തങ്ങൾ അതിന്റെ വിവരമൊക്കെ അറിഞ്ഞ് തങ്ങൾ ഒരു യാത്രയിലെ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു മനുഷ്യന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു നിഅമത്താണ് മുസ്ലിമായി ജനിക്കുക എന്നുള്ളത്. അത് സമ്പത്ത് കൊണ്ട് കിട്ടിയില്ല, അല്ല വേറെ എന്തെങ്കിലും ഓഫർ കൊണ്ട് കിട്ടിയില്ല, അള്ളാഹു കൊടുക്കുന്ന ഒരു നിഅമത്താണ്. അതിനേക്കാൾ വലിയ ഒരു നിഅമത്ത് മുസ്ലിമായി ജനിച്ചാൽ പറ്റില്ല, മുസ്ലിമായി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടണം. കാരണം ചില വ്യക്തികൾ മുസ്ലിമായി ജനിക്കലുണ്ട്, ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നില്ല. അതിനേക്കാൾ വലിയ ഒരു ഭാഗ്യമാണ് മരണസമയത്ത് മരണത്തിന്റെ സൂചനകൾ അറിഞ്ഞ് മരിക്കുക എന്നുള്ളത്. അത് അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു നിഅമത്താണ്. അപ്പൊ നമ്മളൊക്കെ മഹാനായ കൂറത്തങ്ങള് നമ്മളിൽ നിന്ന് യാത്ര പോയതിന് ശേഷം അവിടുത്തെ അനുയായികളും പല വ്യക്തികൾ സംസാരിക്കുന്ന ചില വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തങ്ങള് നമ്മളോട് പറഞ്ഞില്ലെങ്കിലും തങ്ങളെ യാത്ര പോകുന്ന കാര്യം തങ്ങൾക്ക് മുൻസൂചന ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ വഫാത്താകുന്നതിന് ഒരു ദിവസം മുമ്പ് തങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് തങ്ങളെ മകൻ മസൂദ് തങ്ങൾക്ക് എന്റെ എളാപ്പാന്റെ മകളാണ് നിശ്ചയിച്ചായത്. അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ തങ്ങളോട് ചോദിച്ച്, തങ്ങളൊരു മോളുണ്ടല്ലേ, എപ്പോഴാണ് കല്യാണം നടത്തുന്നത്? അപ്പോഴാണ് തങ്ങളൊരു വാക്ക് അവിടെ നിന്ന് പറഞ്ഞത്, അത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്, നമുക്ക് ഇത് കഴിക്കാം. ഇങ്ങനെ എന്റെയിൽ മാത്രമല്ല എത്രയോ വ്യക്തികളിൽ യാത്ര പോകുന്ന ചില സൂചനകൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് ആർക്കും അത് അറിഞ്ഞില്ല. വഫാത്തായതിന് ശേഷമാണ് തങ്ങൾ ഇന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ കാഞ്ഞങ്ങാട് ഭാഗത്ത് ഒരു നിക്കാഹിന് പോയ സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് കുറ്റടിച്ചത് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാ തങ്ങളായിരുന്നു. അങ്ങനെ മുഞ്ഞാന്ന് കാഞ്ഞങ്ങാട് ഭാഗത്ത് വന്നപ്പോ തങ്ങളോട് ഞാൻ പറഞ്ഞു, 2-3 മാസത്തിന്റെ ഉള്ളിൽ എന്റെ വീട് പണി തീരും, തങ്ങൾ വന്ന് തന്നെ എന്റെ വീട് കുടിയാക്കണം. അപ്പൊ ആ ചെറുപ്പക്കാരനോട് തങ്ങള് പറഞ്ഞില്ല, ഇനി കൂറത്തങ്ങളെ കിട്ടിയില്ല. ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഭാഗ്യം കിട്ടിയ ഒരു ആളാണ് ബഹുമാനപ്പെട്ട വന്യരായ ഖുറത്തു സാദാത്ത്. അത് നല്ല വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ, സ്വാലിഹീങ്ങൾക്ക് മാത്രമാണ് ആ മുൻസൂചന ഉള്ളത്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അതുപോലെ തന്നെ നൂറുൽ ഉലമ, അതുപോലെ തന്നെ മഹാനായ താജു ശരിയ ഉസ്താദ്, അവരൊക്കെ യാത്ര പോകുമ്പോൾ അതിന്റെ ഒരുക്കത്തോടു കൂടാണ്. കാരണം മരണം വരുന്നതിന് മുമ്പ് അതിന് ഒരുങ്ങിക്കൊണ്ടാണ് അവർ യാത്ര പോയത്. എന്നതുപോലെ തന്നെ മഹാനായ ഖുറത്തു സാദാത്ത് ചെറിയ ഒരു അസുഖം അവിടുന്ന് അനുഭവിക്കുമ്പോൾ അത് മരണത്തിന്റെ അസുഖമല്ല, പക്ഷേ മഹാനവർകൾ അവിടെ തീരുമാനം, ഞാൻ യാത്ര പോകുന്ന ഒരു പോക്കെന്ന് ഫാമിലിയും കുടുംബത്തിനൊക്കെ വിളിച്ച് അതിന്റെ വേണ്ട സെറ്റപ്പൊക്കെ ചെയ്ത് ബുറുദൊക്കെ പാടിപ്പിച്ച് നല്ല ഒരു യാത്രയാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന നിഅമത്തുകളെ കൂട്ടത്തിൽ ഒരു വലിയ ഭാഗ്യങ്ങളെ കൂട്ടത്തിൽ ഒരു ഭാഗ്യമാണ്. കാരണം മരിക്കുന്നതിനുള്ള ഒരു മുൻസൂചന കിട്ടുക എന്നുള്ള. അല്ലാഹു നമുക്കൊക്കെ ആ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഏതായാലും മൊത്തത്തിൽ തങ്ങളെ കൂടെ ജീവിക്കാനും തങ്ങളുമായി ഒരുപാട് കാലം പല സ്ഥലത്തൊക്കെ യാത്ര ചെയ്യാനും മുഅ്മിനീങ്ങളെ ഏതുവരെ രാത്രി അടക്കം തങ്ങളെ കൂടെ പാർക്കാൻ ഒരു ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരു ഖറാഅത്ത് പോലും എനിക്ക് മഹാനായ തങ്ങളെ കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല എന്നതിൽ ഉറപ്പോടുകൂടെ മുഅ്മിനീങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എന്തുകൊണ്ട്? അത്രയും സൂക്ഷ്മതയോടെ, അതുപോലെ തഖ്വയോടുകൂടെ, ഭയഭക്തിയോടുകൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഏതുവരെ നമുക്കിപ്പോ അടുത്ത ചില വർഷങ്ങളിടയിലുള്ള പരിചയമാണ്. പക്ഷെ ഈ കൂറത്തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്
ഈ കൂറത്തങ്ങൾ ആരാണ്, ഈ കൂറത്തങ്ങളുടെ ഗൗരവം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നത് മഹാനായ താജുൽ ഉലമാ. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റുകൊടുക്കുമാറാകട്ടെ. അതുപോലെ മുഅ്മിനീങ്ങൾ അവരൊക്കെ ദീർഘദൃഷ്ടിയുള്ള വ്യക്തികളാണ്. അവർ ദീർഘദൃഷ്ടിയുള്ള വ്യക്തികളാണ്. അവരുടെ ശിഷ്യന്മാരിൽ ആയിരക്കണക്കിൽ മഹാന്മാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഖാലിമാർ എല്ലാവരും ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ ആ ഗാംഭീര്യം ഗൗരവം നമുക്ക് കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയാണ്. അത് മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ, മഹാനായ സുൽത്താനുൽ ഉലമ അടക്കം ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് നമുക്കെന്തും തങ്ങളെ പറ്റി അറിയില്ല. നമ്മൾ ബഹുമാനിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ ആദരിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ പരിഗണിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ മഹാന്മാര്, നമ്മുടെ നേതാക്കന്മാർ നമുക്ക് എന്ത് പഠിപ്പിച്ചു തന്നു അത് എപ്പോഴും നമ്മൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നമുക്ക് മഹാനായ തങ്ങളവர்கள் നമ്മളെ മുമ്പിൽ ഇന്നില്ലെങ്കിലും ആത്മീയമായ നിലയ്ക്ക് നമുക്ക് നേതൃത്വം വഹിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ബർക്കത്ത് നമുക്കും നമ്മളെ കുടുംബത്തിന് അള്ളാഹു എപ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധ നാമം കൊണ്ട് ഈ മഹത്തായ പരിപാടിയെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതോടുകൂടി ഒരു കാര്യം കൂടി പറയാനുള്ളത്, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങളെ ഈ ദർബാറിൽ ഖത്മുൽ ഖുർആൻ അത് ഏത് ദിവസമാകുമ്പോൾ എന്ത് ചെയ്യാ എന്നുള്ള ചില ചർച്ചകൾ വരുമ്പോൾ 40 ദിവസം വരെ ഇവിടെ ഖുർആൻ നടക്കണം. തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഖുർആനാണ്. അൽഹംദുലില്ലാഹ്, പരിസരങ്ങളിലുള്ള തങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മുദരിസുമാരെ ഞാൻ ബന്ധപ്പെടുകയും അതിന് പരിപൂർണമായി, അതിന് നോ എന്ന് പറയാതെ പരിപൂർണമായി നമുക്ക് തങ്ങളെ ബർക്കത്ത് വേണം, നമ്മളെ മക്കൾക്ക് തങ്ങളെ ബർക്കത്ത് വേണമെന്ന് മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് ഒരുപാട് മുദരിസുമാർ, മുത്തഅലിമീങ്ങളെ കൃത്യസമയത്ത് ഇവിടെ അയച്ച് അതിനുള്ള ഒരു ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് ആ മുത്തഅലിമീങ്ങളെല്ലാം അള്ളാഹു ഉഖ്റവിയായ ആലിമീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ. ആ മുദരിസുകളും അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. അവരെയും നമ്മയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.